മാത്തോ ക്ലോക്കിലേക്ക് സ്വാഗതം. എളുപ്പവഴികളിലൂടെ കണക്ക് വേഗത്തിൽ പഠിക്കൂ. നിങ്ങളുടെ സമയമാണിത് വിജയിക്കാൻ. ഹായ് ഡിയേഴ്സ്, കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പല വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് മക്കളെ. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതെന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? x² - 6x - 2 = 0 എന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് റൂട്ട് തന്നിട്ടുണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, an = α⁻n - β⁻n for n ≥ 1. നമുക്ക് ഈ കിടക്കുന്നതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം തന്നെ നിങ്ങൾ പലരും ഇത് സോൾവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വിത്തിൻ സെക്കൻഡ്സിൽ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ആൻസർ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു മന്ത്രമാണ് ന്യൂട്ടൺസ് തിയറം. അപ്പോൾ എന്താണ് ന്യൂട്ടൺസ് തിയറം? ന്യൂട്ടൺസ് തിയറം, ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിലും അത് തന്നെ കാണാം. ആൽഫ ബീറ്റ റൂട്ട്സ് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ax² + bx + c = 0 വേർ a ≠ 0 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വസ്റ്റ്യനിലും അത് കടന്ന് വന്നിട്ടുണ്ട് അല്ലേ? ദെൻ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, Sn = k1 α⁻n + k2 β⁻n. അതുപോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യനിലും ഒരു എക്സ്പ്രഷൻ വന്നിട്ടുണ്ട്, an = α⁻n - β⁻n. ഇതാണ് ഞാൻ പറഞ്ഞത്. ന്യൂട്ടൺസ് തിയറം അറിയുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാകും ഇവിടെ ന്യൂട്ടൺസ് തിയറം അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ ഈ ഫോമുല കണ്ടോ, ഈ ഫോമുലയിലേക്ക് ഇതിനെ എഴുതാം. അതായത് a(sn + 2) + b(sn + 1) + c(sn), അതായത് Sn = k1 α⁻n + k2 β⁻n എന്നൊരു എക്സ്പ്രഷനിൽ തരികയാണെങ്കിൽ അതിനെ ഈ ഫോമിലേക്ക് മാറ്റാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, Sn എന്നതിന് പകരം ഇവിടെ ക്വസ്റ്റ്യനിൽ an ആണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതൊന്നും കണ്ട ആരും പേടിക്കേണ്ട. അതുപോലെ തന്നെ k1 α⁻n എന്നും k2 β⁻n എന്നും. ഇനി k1 k2 എന്താ? k1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആൽഫയുടെ കോഎഫിഷ്യൻറ്റ്. എന്താണ് ആൽഫയുടെ കോഎഫിഷ്യൻറ്റ്? 1. k2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബീറ്റയുടെ കോഎഫിഷ്യൻറ്റ്. എന്താണ് ബീറ്റയുടെ കോഎഫിഷ്യൻറ്റ്? -1 അല്ലേ? സോ ഈ ഒരു എക്സ്പ്രഷന് പകരം ഞാനൊരു വേറെ എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം an = 2 α⁻n - 3 β⁻n ആയിരുന്നെങ്കിൽ k1 എന്തായിരുന്നു? 2. k2 എന്തായിരുന്നു? -3. മനസ്സിലായില്ലേ? ആൽഫയുടെയും ബീറ്റയുടെയും കോഎഫിഷ്യൻ്റ് ആണ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇത് ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഈ പ്രോബ്ലം ഇപ്പം തന്നെ സോൾവ് ചെയ്യാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? അങ്ങോട്ടൊന്ന് നമുക്ക് എടുത്തെഴുതാം. എന്താണ് ക്വസ്റ്റ്യൻ? x² - 6x - 2 = 0. ax² + bx + c = 4 അല്ലേ? അപ്പോൾ a എന്താ ഇവിടെ? 1. b എന്താ? -6. c എന്താ? -2. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ നിന്നും ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സ്പ്രഷൻ an = α⁻n - β⁻n ആണ്. അതിനെ ഏത് ഫോർമുലയിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം? ഇതിലേക്ക് അല്ലേ? അപ്പോൾ ഇവിടെ a × Sn + 2 എന്നാണ്. ഇവിടുത്തെ a എന്താ? 1 ആണ്. സോ 1 × Sn + 2. ഇവിടെ Sn ആയതുകൊണ്ടാണ് Sn + 2. ഇവിടെ an ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? an + 2. ഓക്കെ, ഇനി എന്താ? പ്ലസ് b × Sn + 1. ഇവിടെ b എന്താ? -6. Sn + 1 പകരം an + 1. കറക്റ്റ് അല്ലേ? ദെൻ പ്ലസ് c × Sn അല്ലേ? ഇവിടെ c എന്താ? -2. Sn + Sn എന്നല്ലേ? അപ്പോൾ നമുക്ക് പകരം an = 0. ഇനിയാണ് n-ന് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കണം എന്ന് ചിന്തിക്കണം. n-ന് എന്ത് വാല്യൂ കൊടുക്കണമെന്ന് ചിന്തിക്കാൻ അധികം നമ്മൾ എങ്ങും പോകണ്ട. ക്വസ്റ്റ്യനിലോട്ടൊന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ എയുടെ സഫിക്സ് എന്താണ്? 10. ഇവിടെ എന്താണ്? 8. a8. ഇവിടെ എന്താ? a9. അതായത് ഈ n+2 n+1 n എന്നൊക്കെ പറയുന്നത് 10ഓ 8ഓ 9ഓ ഒക്കെയാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് വേണം n-ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എക്സാമ്പിൾ നോക്കുക. n-ന് ഞാനൊരു 3 കൊടുക്കുന്നു. ഇവിടെ അപ്പോൾ എന്ത് വരും? a5. നമുക്ക് a5 എന്നൊരു സാധനം ഈ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് n-ന് 3 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ n-ന് എന്ത് കൊടുക്കുന്നു? n-ന് ഞാനൊരു 8 കൊടുക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, n-ന് 8 കൊടുത്താൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കേ. an + 2 എന്ന് പറഞ്ഞാൽ 8 കൊടുത്താൽ എന്ത് വരും? a10. n-ന് 8 കൊടുത്താൽ a10 വന്നില്ലേ? -6 a9
-2a8 എന്നിനെല്ലാം ഞാൻ 8 കൊടുത്തപ്പോൾ കിട്ടിയതാണ്. ഇപ്പം തന്നെ നമുക്കിതാ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന പോലെ ഇതാ നോക്കിക്കേ, ഞാൻ ആ ക്വസ്റ്റ്യനിലെ പോലെ എഴുതാം. A10 -2a8 അതല്ലേ ഇവിടെ കിടക്കുന്നത്. ഇനി ഈസ് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറം കിടക്കുന്ന -6a9 ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഈക്വൽ ടുവിന് അപ്പുറം കൊണ്ടുപോകുന്നു. അപ്പോൾ 6a9 എന്നാകും, മൈനസ് പ്ലസ് ആയിട്ട് മാറും. ഇനി ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ട് ഒരു /3a9 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു /3a9 കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ അപ്പുറത്തും നമ്മളത് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ വാല്യൂ മാറിപ്പോവില്ലേ. നോക്കിക്കേ, a9ഉം a9ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് 2 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 2, അതായത് ഓപ്ഷൻ എ. അപ്പം ന്യൂട്ടൺസ് തിയറം അറിയാമെങ്കിൽ മാത്രമാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ന്യൂട്ടൺസ് തിയറം അറിയാമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇതാ ഈ സ്റ്റെപ്പ് എഴുതും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസറും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറുക്ക് വഴികൾ പഠിച്ചു കഴിഞ്ഞാലാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ടൈം സേവ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സ്റ്റെപ്പുകൾക്കൊന്നും മാർക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇനി നമ്മൾ അടുത്തടുത്ത വീഡിയോകളിലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ മസ്റ്റായിട്ടും ഇത് വാച്ച് ചെയ്യുക, പഠിച്ച് നോട്ട് ചെയ്ത് വെക്കുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കുക. താങ്ക് യു സോ മച്ച്.